അയ്യോ വണക്കം. കഴിഞ്ഞ ദിവസം അമേരിക്ക ഒരു പ്രഖ്യാപനം നടത്തി. അമേരിക്ക പറഞ്ഞത് ഇന്ന് രാത്രിയോടുകൂടെ ഇറാൻ എന്ന് പറയുന്ന ഈ കെണ്ടാന്തരം പിടിച്ചവനെ ഞങ്ങൾ അവസാനിപ്പിക്കും എന്നാണ് അമേരിക്ക പ്രഖ്യാപനം നടത്തിയത്. പോരാത്തതിന് ഞങ്ങളുടെ മൂന്നാമത്തെ പടക്കപ്പലിനെ ഞങ്ങൾ അങ്ങോട്ടേക്ക് അയച്ചിട്ടുണ്ട്. മറ്റേ ജെറാൾഡും ഇപ്പുറത്തെ എബ്രഹാം ലിങ്കണും കിടക്കുകയാണ്. ഇനി മൂന്നാമതൊരു കപ്പൽ കൂടെ അയച്ചിട്ടുണ്ട്. മര്യാദയ്ക്ക് നിങ്ങളുടെ യുറേനിയം ഞങ്ങൾക്ക് തന്നോ, ഇല്ലെങ്കിൽ അമ്മച്ചിയാണ് നിൻ്റെയൊക്കെ നടുവേ പിളർന്നു കളയും എന്നാണ് കൃത്യമായിട്ട് അമേരിക്ക ഇറാനോട് പറഞ്ഞത്. അതായത് കഴിഞ്ഞ ദിവസം രാത്രി എന്തും സംഭവിക്കാവുന്ന ഒരു സാഹചര്യമായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്ന കാര്യമെന്ന് പറയുന്നത്. അങ്ങനെ എന്തും സംഭവിക്കാവുന്ന ആ ഒരു ക്രൂഷ്യൽ സിറ്റുവേഷനിൽ, ആ ഒരു ഹൈ ടെൻഷൻ മൂഡിൽ പലതും ഇറാനിൽ സംഭവിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്. രാത്രി ഏകദേശം ഒരു 8 മണി 9 പോട്ടെ ഒരു 10 മണി 10 വെച്ചോ, 10 പിടിച്ചോ, അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല, ഒരു 10 മണി ആയപ്പോഴേക്കും ഇസ്രായേലിൻ്റെയും US-ൻ്റെയും ഫൈറ്റർ ജെറ്റുകൾ ഇറാൻ്റെ ആകാശത്തിലൂടെ അലമുറയിട്ട് പറക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ഫൈറ്റർ ജെറ്റുകൾ ടെഹ്റാന് മുകളിൽ കൂടെ അലമുറയിടുന്ന കാഴ്ച കാണാൻ സാധിച്ചു. 12 മണിക്കൂറിനുള്ളിൽ 900 ആക്രമണങ്ങളാണ് നടത്തിയത്. 900 എന്ന് പറഞ്ഞാൽ 900 അല്ലേ, 900, 1000 ആവാൻ 100 കുറവ്. അങ്ങനെ 900 ആക്രമണമാണ് കൃത്യമായി ഇസ്രായേലും US-ഉം കൂടെ നടത്തിയത്. ഇറാൻ കഴിഞ്ഞ ദിവസം രാത്രി അക്ഷരാർത്ഥത്തിൽ ഒരു ചാരക്കൂമ്പാരമായി മാറുന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. വലിയ ആക്രമണം എന്ന് പറഞ്ഞാൽ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത രീതിയിലുള്ള ആക്രമണമാണ് ഇസ്രായേലും അമേരിക്കയും കൂടെ ഇറാൻ്റെ മണ്ടയ്ക്ക് അഴിച്ചുവിട്ടത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനി എന്താണ് ഇറാൻ്റെ മണ്ടയ്ക്ക് അഴിച്ചുവിട്ട ഈ ആക്രമണത്തിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകതയുണ്ട്. കാരണം ഇറാൻ സൗദി അറേബ്യയിലും ഖത്തറിലും GCC രാജ്യങ്ങളിലുമെല്ലാം കഴിഞ്ഞ ദിവസമല്ല, ഇങ്ങനെ നിരന്തരം ആക്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇന്ന് രാവിലെ വരെ സൗദി ഇറാൻ്റെ ഡ്രോണുകൾ തടഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനത്തെ ഒരു സാഹചര്യമാണ്. GCC രാജ്യങ്ങൾക്കൊന്നും കിടക്കപ്പുറതിയില്ലാത്ത സാഹചര്യം. അതിനിടയിൽ ഇറാൻ എന്തു ചെയ്തു? ഈ GCC രാജ്യങ്ങളുടെ എണ്ണപ്പാടങ്ങൾക്ക് അടി തുടങ്ങി സൗദിയിലെ അറാംകോയിൽ വരെ അവന്മാർ കയറിയടിച്ചു. അത് തകർത്തു. പക്ഷേ എങ്കിലും അറാംകോയിൽ അവിടെ ഇവിടെയായിട്ട് ചില കേടുപാടുകളൊക്കെ ഉണ്ടായി. ഇതോടുകൂടി നമ്മുടെ മുഹമ്മദ് ബിൻ സൽമാൻ എന്ന് പറയുന്ന സൗദിയുടെ ക്രൗൺ പ്രിൻസ് എന്ത് ചെയ്തു? നേരെ അമേരിക്കയുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ഇങ്ങനെ പോയാൽ ശരിയാവില്ല, ഇവനെ അടിച്ച് ചുരുട്ടിയില്ലെങ്കിൽ അമ്മച്ചിയാണ് നമ്മുടെ എല്ലാ സ്ഥാപന ജംഗമവും എടുത്തുകൊണ്ട് പോകും, അതുകൊണ്ട് ഇങ്ങനെ പോയാൽ ശരിയാ. അപ്പോൾ അമേരിക്ക പറഞ്ഞു, നീ ഒന്ന് വെയിറ്റ് ചെയ്യും, നമുക്ക് എന്താണെന്ന് വെച്ചാൽ നോക്കാം എന്ന് അമേരിക്ക പറയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. UAE ആണെങ്കിൽ എന്ത് നിലപാടാണ് എടുത്തതെന്ന് ചോദിച്ചാൽ അമേരിക്കയെ എതിർക്കുന്ന നിലപാടാണ് എടുത്തത്. അമേരിക്കയോട് UAE പറഞ്ഞത്, നീ കാരണമാണ് ഈ അടി മൊത്തം നമ്മൾ വാങ്ങിക്കാനുള്ള ഒരു സിറ്റുവേഷനിലെത്തി നിൽക്കുന്നത് എന്നാണ് UAE പറഞ്ഞത്. സംഭവം സത്യമാണ്. എന്തായാലും അങ്ങനെ GCC രാജ്യങ്ങൾ മുഴുവൻ കലങ്ങി മറിയുന്ന ഒരു സാഹചര്യം. അതിനിടയിൽ അമേരിക്കയിൽ സമ്മർദ്ദം ചെലുത്താനായി ഞങ്ങളെ $2 ട്രില്യൺ നിക്ഷേപം പിൻവലിക്കുകയാണ്, പോരാത്തതിന് യൂറോപ്പിലോട്ട് ഗ്യാസ് കൊടുക്കുന്നതും ഞങ്ങൾ നിർത്തുകയാണ് എന്ന് GCC രാജ്യങ്ങൾ പറയുന്നൊരു സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് അമേരിക്കയ്ക്ക് സമ്മർദ്ദം കൂടി വരികയാണ്. വെറുതെ ഇരിക്കാൻ പറ്റുമോ? രാത്രിയായപ്പോഴേക്കും ഇറാൻ്റെ 900 ഇടങ്ങളിലാണ് അമേരിക്ക കഴിഞ്ഞ 12 മണിക്കൂറിനുള്ളിൽ ആക്രമണം നടത്തിയെന്നുള്ള റിപ്പോർട്ട് പുറത്തു വന്നു. ഈ ആക്രമണം എവിടെയാണ് നടത്തിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറാൻ്റെ എണ്ണപ്പാടങ്ങളിലാണ് ഈ ആക്രമണം മുഴുവൻ നടന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. ഇറാൻ്റെ എണ്ണപ്പാടങ്ങളെല്ലാം അടിച്ചുടയ്ക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. ആ റിപ്പോർട്ട് കൃത്യമായിട്ട് വായിക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ Israeli fighter jets targeted oil storage facilities in Kuhak, Sahran and Karaj in Iran എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. കൂഹാക്കിലെയും സഹ്റാനിലെയും കറാജിലെയും എണ്ണ സ്റ്റോറേജുകളിലാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സംഹാര താണ്ഡവമാടിയിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഇത് മാത്രമല്ല, ഇതിൻ്റെ ഒരു ഭയാനകരമായിട്ടുള്ളൊരു വേർഷൻ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ the US and Israel just bombed a major oil depot, അക്ഡാസിയെ എന്നാണ് അതിൻ്റെ പേര്. ഈ അക്ഡാസിയെ എന്ന് പറഞ്ഞ ഓയിൽ ഡിപ്പോട്ടിലും US-ഉം ഇസ്രായേലും ചേർന്ന് സംയുക്തമായി ബോംബിടുക മാത്രമല്ല ചെയ്തത്. ആഫ്റ്റർ ദ എയർ സ്ട്രൈക്ക്, അതായത് എയർ സ്ട്രൈക്കിന് ശേഷം ഓയിൽ സ്പിൽഡ് ഫ്രം ദ ഡിപ്പോട്ട് ഇൻ ടു ദ സ്ട്രീറ്റ്സ്, അതായത് ഓയിൽ ഉണ്ടല്ലോ, ആ ഓയിൽ തുളുമ്പിത്തെറിക്കുക. സ്പില്ലെന്ന് പറഞ്ഞാൽ തുളുമ്പുക എന്നാണ്. അങ്ങനെ ഓയിൽ ആ അടിയുടെ ആഘാതത്തിൽ സ്ട്രീറ്റിലേക്ക് തെറിച്ചു, അതായത് റോഡിലേക്ക് ഓയിൽ തെറിച്ചു. പോരാത്തതിന് എൻറ്റേർഡ് ദ സ്യൂവേഴ്സ് ആൻഡ് ഡ്രെയിനേജ് സിസ്റ്റംസ്, അവിടെയുള്ള ഡ്രെയിനേജ് സിസ്റ്റത്തിനകത്തോട്ട് ഓയിൽ ഊഴ്ന്നിറങ്ങി. പോരാത്തതിന് ദെൻ കോട്ട് ഫയർ, അതിനുശേഷം ഓയിൽ തീപിടിച്ചു, ക്രിയേറ്റിംഗ് വാൾസ് ഓഫ് ഫ്ലെയിം ഓൺ ദ ഹൈവേ ഓഫ് ടെഹ്റാൻ എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ടെഹ്റാൻ നോക്കിക്കഴിഞ്ഞാൽ, അത് ആകാശത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഹനുമാൻ ശ്രീലങ്കയിൽ തീയിട്ടിട്ട് പോയതുപോലെ ടെഹ്റാൻ നിന്ന് കത്തുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം കാണാനായിട്ട് സാധിച്ചത്. ഇതിൻ്റെ ദൃശ്യങ്ങളൊക്കെ
ഉണ്ട് സോഷ്യൽ മീഡിയയിൽ. പക്ഷേ ഇത് ഇട്ട് കഴിഞ്ഞാൽ യൂട്യൂബ് എനിക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് അടിച്ചു തരും. ഇതിൻ്റെ ദൃശ്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ അതിഭീകരമായിട്ട് പ്രചരിക്കാൻ ഞാൻ വേണമെങ്കിൽ ഇവിടെ നിന്ന് കാണിച്ചു തരാം. ഇതാണ് ദൃശ്യം എന്ന് പറയുന്നത്. ഈ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇതുമാത്രമല്ല ഇഷ്ടം പോലെ ദൃശ്യങ്ങളുണ്ട് എന്നുള്ളതാണ്. അതൊന്നും കാണിക്കാൻ പറ്റാത്തതിൽ ഞാൻ ഖേദിക്കുന്നു. കാണിക്കണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. അങ്ങനെ ഇറാനിൽ അറഞ്ചം പുറഞ്ചം അടിയാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ നടത്തിയത്. ഇസ്രായേലും അമേരിക്കയും കൂടെ നടത്തിയത്. ഇതേ തുടർന്ന് ആ രാത്രി തന്നെ GCC രാജ്യങ്ങളിൽ പലയിടത്തും ഇറാൻ മിസൈലുകൾ പായിച്ചു അതിഭീകരമായി എന്നുള്ള റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട്. പോരാത്തതിന് അമേരിക്കൻ സൈനികരെ 21 ഇറാൻ തട്ടി എന്നുള്ള റിപ്പോർട്ട് പുറത്തു വന്നു. അമേരിക്ക അത് നിഷേധിച്ചു. ഇല്ല, തട്ടിയിട്ടില്ല എന്ന് പറയുന്നു. പോരാത്തതിന് ആ സമയത്ത് GCC രാജ്യങ്ങൾ ഇറാനോട് ചോദിച്ചൊരു കാര്യമുണ്ട്. നിൻ്റെയൊക്കെ പിന്നിൽ വേറെ ആരോ ഉണ്ടെന്ന് നമുക്കറിയാം, കൃത്യമായി അറിയാം. ആ വിശ്വരൂപം കണ്ട് ഞെട്ടരുത് എന്ന് ഇറാൻ തിരിച്ചു പറഞ്ഞപ്പോൾ വിളിക്കടാ അവനെ എന്ന് അപ്പുറത്ത് നിന്ന് GCC രാജ്യങ്ങൾ പറഞ്ഞു. ഉടനെ ഇറാൻ അവനെ വിളിച്ചു. വേറെ ആരുമല്ല, റഷ്യ. വ്ളാഡിമർ പുടിനാണ് ഇറാന് ഇൻ്റലിജൻസ് വിവരങ്ങൾ കൊടുക്കുന്നത് എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറിയോ ഹോം സെക്രട്ടറിയോ ഏതോ ഒരുത്തനാണ് ബെസൻറ്റോ കുസൻറ്റോ. അപ്പോൾ ഇവൻ എന്ത് ചെയ്തു? ഡൊണാൾഡ് ട്രംപ് അടുത്ത് നിൽക്കുകയാണ്. ഇവനാണെങ്കിൽ പറഞ്ഞു, റഷ്യയ്ക്ക് ഞങ്ങൾ താക്കീത് കൊടുത്തിട്ടുണ്ട്, ഇറാൻ്റെ കാര്യത്തിൽ ഇടപെടരുത്, അമേരിക്ക റഷ്യയെ വെറുതെ വിടില്ല എന്ന് കൃത്യമായി ബെസൻറ്റ് റഷ്യയ്ക്ക് ഒരു താക്കീത് കൊടുത്തപ്പോൾ തൊട്ടടുത്ത് ഇരിക്കുന്ന ഡൊണാൾഡ് ട്രംപ് ഉണ്ടല്ലോ, റഷ്യയ്ക്ക് താക്കീതൊക്കെ കൊടുത്ത് നമ്മൾ റഷ്യയെ പേടിക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊരു നാണക്കേടല്ലേ. തൊട്ടടുത്ത് ട്രംപ് പറഞ്ഞത് നോ മാറ്റർ, നത്തിങ് വിൽ ഹാപ്പൻ എന്നാണ് പറയുന്നത്. അതായത് ഒരു കുഴപ്പമില്ല, റഷ്യ വന്നോട്ടെ, റഷ്യ വന്ന് ഇറാനെ സഹായിച്ചോട്ടെ, ഞങ്ങൾക്കൊരു പ്രശ്നവും സംഭവിക്കാൻ പോകുന്നില്ല, എങ്കിലും ഞങ്ങൾ അടിക്കും എന്നാണ് ട്രംപ് പറഞ്ഞത്. ഇവന് വായും വെച്ചുകൊണ്ട് മിണ്ടായിരുന്നാൽ പോലെ, വെറുതെ ചുമ്മാ ഇരിക്കുന്നവൻ്റെ ആസനത്തെ കൊണ്ട് ചുണ്ണാമിടാൻ പോവാതെ ട്രംപിന് വെറുതെ ഇരുന്നാൽ മതി. ട്രംപ് പറയുന്നത് റഷ്യ വരുന്നെങ്കിൽ വന്നോട്ടെ, അടുത്തിരിക്കുന്ന ബെസൻറ്റ് എന്ത് ചെയ്യും ഇവനെയൊക്കെ എന്നുള്ള ആ ഒരു അതിഭീകരമായിട്ടുള്ള ഒരു അവസ്ഥാന്തരമായിരുന്നു അയാളുടെ മുഖത്ത് നമുക്ക് കാണാൻ സാധിച്ചത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. എണ്ണ സംഭരണശാലകൾക്ക് നേരെ അങ്ങനെ വലിയ രീതിയിലുള്ള ആക്രമണം ഇറാനിൽ നടത്തിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ്. ഇറാൻ്റെ ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങൾ നശിപ്പിക്കാനുള്ള ശ്രമത്തിൽ ഇസ്രായേൽ സൈന്യം എണ്ണ സംഭരണ കേന്ദ്രങ്ങളിൽ കനത്ത ബോംബാക്രമണമാണ് നടത്തിയത്. ശനിയാഴ്ച ടെഹ്റാനിലും അടുത്തുള്ള നഗരമായിട്ടുള്ള കരാജിലും വലിയ സ്ഫോടനങ്ങൾ കേട്ടു. ഇസ്രായേലി ആക്രമണത്തിൽ നിരവധി ഇന്ധന സംഭരണ സമുച്ചയങ്ങൾ നശിച്ചു. ഇതുമൂലം ആകാശത്ത് തീയും പുകയും ഉയർന്നു. സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു വീഡിയോയിൽ ടെഹ്റാനിലും അൽബോഴ്സ് പ്രവിശ്യയിലും സ്ഥിതി ചെയ്യുന്ന എണ്ണ സംഭരണ കേന്ദ്രങ്ങളിൽ ഒരു വലിയ തീപിടുത്തം കാണാം. ഇറാൻ ഇനിയും നിരവധി ആശ്ചര്യങ്ങൾ ബാക്കിയുണ്ടെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു പറയുന്ന കാഴ്ചയാണ് പിന്നെ കാണാനായിട്ട് സാധിച്ചത്. ഇതുകൊണ്ടൊന്നും തീർന്നിട്ടില്ല. ഇനിയും ഒരുപാട് ഐറ്റംസ് നമ്മുടെ ഉള്ളയിലുണ്ട്. അതെല്ലാം നമ്മളെടുത്ത് പുറത്തിടുമെന്നാണ് ഇപ്പോൾ കൃത്യമായിട്ട് അമേരിക്കയും ഇസ്രായേലും ഇറാനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞിരിക്കുന്നത്. അതിനിടയിൽ മറ്റൊരു റിപ്പോർട്ട് പുറത്തു വരുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ അമേരിക്കയെ വീണ്ടും സമ്മർദ്ദത്തിനാക്കാനായി മിഡിൽ ഈസ്റ്റിൽ വേറൊരു രാജ്യം കൂടെ എണ്ണ ഉൽപ്പാദനം നിർത്തുന്നു എന്ന പ്രഖ്യാപനം പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ്. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. ഖത്തറിൽ മറ്റേ ഒരു മുന്നറിയിപ്പ് വന്നിട്ടുണ്ട്. ഖത്തറിലെ ഇന്ത്യക്കാർ പുറത്തിറങ്ങരുത് എന്ന് ഇന്ത്യൻ എംബസി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഖത്തറിലെ ഇന്ത്യക്കാർ പുറത്തിറങ്ങാൻ പാടില്ല. ഖത്തറിലെ ഇന്ത്യക്കാർ പുറത്തിറങ്ങുന്നുണ്ടെങ്കിൽ അത്യാവശ്യ കാര്യത്തിന് മാത്രമേ പുറത്തിറങ്ങാവൂ എന്നുണ്ട്. ചില വേട്ടാവളിയന്മാർ ഖത്തറിൽ താമസിക്കുന്നവന്മാരാണ്. ഞാൻ ഖത്തറിലാണല്ലോ താമസിക്കുന്നത്, എന്നിട്ട് എനിക്ക് കിട്ടിയില്ലല്ലോ ഈ അറിയിപ്പ് എന്നൊക്കെ പറഞ്ഞ് കമൻ്റ് അടിക്കാൻ സാധ്യതയുണ്ട്. നേരെ ഖത്തർ എംബസിയുടെ ഇന്ത്യയുടെ ഒഫീഷ്യൽ ട്വിറ്റർ ഹാൻഡിലിൽ പോവുക. അതിനകത്ത് അവർ വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതിയിട്ടിട്ടുണ്ട്, കഴിഞ്ഞ ദിവസം ഇറങ്ങരുതെന്ന് പറഞ്ഞാൽ ഇറങ്ങരുത്, നീയൊക്കെ ഇറങ്ങും, എനിക്കറിയാം. ഇറങ്ങി അവസാനം അടിയും കൊണ്ട് തുണിയും പറയുമ്പോൾ ഇന്ത്യ നമ്മളെ രക്ഷിക്കുന്നില്ലേ, മോദിജി വരുന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് ബഹളം വയ്ക്കും. അതുകൊണ്ട് ഇറങ്ങരുത്, ഇപ്പോഴും വീണ്ടും പറയണേ ഇറങ്ങരുത് എന്നാണ് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഈ അടി ഇവിടെയൊന്നും കൊണ്ട് നിൽക്കാൻ യാതൊരുവിധ സാധ്യതയുമില്ല എന്നുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ കൃത്യമായിട്ട് പുറത്തു വരുന്നുണ്ട്. എന്തായിരുന്നാലും കഴിഞ്ഞ ദിവസത്തെ അടി കണ്ട് വലിയ രീതിയിൽ AI സാങ്കേതിക വിദ്യയോടൊപ്പമാണ് അടി ഉണ്ടായത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ട് പുറത്തു വരുന്നത്. ഈ അടിയെല്ലാം കണ്ട് വിജൃംഭിച്ച് നിൽക്കുന്ന ചൈന ഇന്ത്യയുടെ അടുത്ത് വന്നിട്ട് ഒരു ഡയലോഗ് അടിച്ചു. ഇന്ത്യ ഇന്നു മുതൽ നമ്മുടെ എതിരാളിയല്ല, നമ്മുടെ പങ്കാളിയാണോടാ പങ്കാളി എന്ന് പറയുന്നൊരു ഡയലോഗ് കൂടെ അടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ കലങ്ങി മറിയുന്നൊരു സാഹചര്യമാണ് GCCയിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാർ GCCയിലുള്ളവർ സൂക്ഷിക്കുക. മെസൈലൊന്നും വരാൻ യാതൊരുവിധ സാധ്യതയില്ല. മെസൈലൊക്കെ അമേരിക്കൻ കേന്ദ്രങ്ങളിലേക്ക്, സൈനിക കേന്ദ്രങ്ങളിലേക്കും അവിടെയുള്ള എയർബേസുകളിൽ മാത്രമേ പോകൂ. ആ മെസൈലിൻ്റെ താഴെ വന്ന് വായും പൊളന്ന് മുകളിലോട്ട് നോക്കി നിൽക്കാതിരുന്നാൽ മതി എന്ന് മാത്രമാണ്
എന്താണ് ഇന്ത്യ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ മിസൈൽ ആക്രമണം കൊണ്ടല്ല ഓരോ ആൾക്കാർ മരിക്കുന്നത്. ഈ മിസൈൽ പൊട്ടിത്തെറിക്കുമ്പോൾ അതിൻ്റെ ചീളുകൾ വന്ന് പതിക്കും. ആ ചീളുകൾ വന്ന് പതിക്കുമ്പോൾ അതിൽ നിന്ന് വലിയ രീതിയിലുള്ള കാഷ്വാലിറ്റീസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ടാണ് കൃത്യമായിട്ടും ഈ എന്ത് തരുന്നത്, മുന്നറിയിപ്പ് തരുന്നത്. അപ്പോൾ ശരി.